പരീക്ഷണത്തിന്റെ മുകളിൽ പരീക്ഷണം നൽകുക തന്നെ ചെയ്യും. ഏതുവരെ? ആരാണ് ജിഹാദ് ചെയ്യാൻ തയ്യാറെന്ന് അറിയുന്നത് വരെ, ആരാണ് ക്ഷമാലുക്കളെന്ന് അറിയുന്നത് വരെ അള്ളാഹു നിങ്ങളെ പരീക്ഷിക്കുക തന്നെ ചെയ്യും. എത്രയെത്ര പരീക്ഷണത്തിന്റെ രാവുകൾ ബിലാൽ ഇബ്നു റബാഹ റളിയല്ലാഹു അൻഹുവിനെ കടന്നുപോയി, അബൂ ജന്ദൽ റളിയല്ലാഹു അൻഹുവിനെ കടന്നുപോയി, ഹബീബ് റളിയല്ലാഹു അൻഹുവിനെ കടന്നുപോയി, ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിനെ കടന്നുപോയി, അമ്മാർ ഇബ്നു യാസിർ റളിയല്ലാഹു അൻഹുവിനെ കടന്നുപോയി. ബിലാൽ ഇബ്നു റബാഹ റളിയല്ലാഹു അൻഹുവിന്റെ യജമാനൻ ബിലാലിനെ അടുത്തേക്ക് വിളിക്കുകയാണ്. ബിലാലെ, ഇസ്ലാം നീ സ്വീകരിച്ചിട്ടുണ്ടോ? അതേ, ഞാൻ സ്വീകരിച്ചു യജമാനനെ. ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹുവിനെ അല്ലാതെ ആരാധിക്കാൻ പാടില്ല. എന്റെ മനസ്സിൽ ലാത്തയില്ല, ഉസ്സയില്ല, മനാത്തയില്ല, ഹബലയില്ല, ആരോരുമില്ല, അല്ലാഹു മാത്രമാണ് എന്റെ മനസ്സിൽ. ബിലാലിനെ മരുഭൂമിയിലേക്ക് വലിച്ചിഴച്ചു. ബിലാലിന്റെ കറുത്ത ശരീരത്തിൽ ചാട്ടവാറുകൊണ്ട് തുരുതുരാടിച്ചു. ബിലാലിന്റെ നെഞ്ചത്തേക്ക് ഭാരമുള്ള കല്ലുകൾ കയറ്റിവെച്ചു. ബിലാലിന്റെ രണ്ട് കാലുകളിലും ശക്തരായ ഒട്ടകങ്ങളെ കെട്ടിയിട്ടുകൊണ്ട് വിപരീത ദിശയിലേക്ക് ദയിച്ചു. വേദന കൊണ്ട് പുളയുന്ന ബിലാലിന്റെ ശരീരത്തിലേക്ക് ആവർത്തിച്ചാവർത്തിച്ച് പ്രഹരമേൽപ്പിച്ചിട്ട് പോലും കറുത്തവനായ വിരൂപിയായ ബിലാൽ ഇബ്നു റബാഹ റളിയല്ലാഹു അൻഹുവിന്റെ നാവുകൾ ഉച്ചരിച്ച മന്ത്രം എന്താണെന്നറിയുമോ? ലാ ഇലാഹ ഇല്ലല്ലാഹ്. കഅബ ശരീഫിന്റെ പരിശുദ്ധമായ കഅബ ശരീഫിന്റെ നാഥനെ മാത്രമേ ഞാൻ ആരാധിക്കുകയുള്ളൂ. ലാ ഇലാഹ ഇല്ലല്ലാഹ്, അവനല്ലാതെ മറ്റൊരാരാധന എനിക്കില്ല. എന്തൊരു സുന്ദരമായ വചനം! ചാട്ടവാറിന് തകർക്കാൻ സാധിക്കാത്ത തൗഹീദ്, പാറക്കല്ലുകൾക്ക് തകർക്കാൻ സാധിക്കാത്ത തൗഹീദ്, ആക്രോശങ്ങൾക്ക് തകർക്കാൻ സാധിക്കാത്ത തൗഹീദ്, അധികാരത്തിന്റെ ചങ്ങലകൾക്ക് തകർക്കാൻ സാധിക്കാത്ത തൗഹീദ്. സുമയ്യ റളിയല്ലാഹു അൻഹുവിനെയും അമ്മാർ ഇബ്നു യാസിറിനെയും ഒരുമിച്ച് കെട്ടിയിട്ടു. അമ്മാറിന്റെ ഉമ്മയാണ് സുമയ്യ റളിയല്ലാഹു അൻഹ. അമ്മാറിന്റെ മുന്നിൽ വെച്ച് സുമയ്യയെ ക്രൂരമായി മർദ്ദിക്കുകയാണ്. അമ്മാർ പൊട്ടിക്കരഞ്ഞുകൊണ്ട് പറഞ്ഞു, എന്റെ ഉമ്മയെ ഒന്നും ചെയ്യല്ലേ, എന്റെ ഉമ്മയെ ഉപദ്രവിക്കല്ലേ, എന്റെ ഉമ്മയെ വെറുതെ വിടണേ, ഞാൻ ഇവിടെയില്ലേ, എന്നെ അടിച്ചോളൂ, എന്നെ പ്രഹരിച്ചോളൂ. ആ അമ്മാറിന്റെ മുന്നിൽ വെച്ച് തന്നെ സുമയ്യ റളിയല്ലാഹു അൻഹയുടെ ഗുഹ്യസ്ഥാനത്തേക്ക് കുന്തമിറക്കിക്കൊണ്ട് കൊന്നുകളയുകയാണ്. 10 മാസം ഗർഭം ചുമന്നു യാതനയും വേദനയും സഹിച്ച തന്റെ മാതാവ് തന്റെ കൺമുന്നിൽ കിടന്നുകൊണ്ട് പിടഞ്ഞു മരിക്കുന്ന കാഴ്ച ലോകത്ത് അമ്മാറിനല്ലാതെ മറ്റാർക്കാണ് കാണേണ്ടി വന്നിരിക്കുക? എന്തിനു വേണ്ടി? ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന വചനത്തിന് വേണ്ടിയല്ലേ സഹോദരങ്ങളെ ഇത്രത്തോളം ത്യാഗം സഹിച്ചത്, ഇത്രത്തോളം ബുദ്ധിമുട്ട് സഹിച്ചത്? മറ്റെന്തിനു വേണ്ടിയാണ്? അല്ലേ? ഈ ബനൂ ഹാഷിമിന്റെ ബഹിഷ്കരണത്തോടനുബന്ധിച്ച് ഖുർആൻ ഒരു ആയത്ത് ഇറങ്ങിയിട്ടുണ്ട്. ولما يأتكم مثل الذين خلوا من قبلكم مستهم البأساء والضراء وزلزلوا حتى يقول الرسول والذين آمنوا معه متى نصر الله ألا إن نصر الله قريب. നിങ്ങളുടെ മുൻഗാമികൾ അനുഭവിച്ച വേദന, അവരനുഭവിച്ച യാതന അതനുഭവിക്കാതെ മുഅ്മിനീങ്ങളെ സ്വർഗത്തിലേക്ക് പ്രവേശനമില്ല, സ്വർഗത്തിലേക്ക് കടക്കാൻ സാധ്യമല്ല. ഹബീബ് റളിയല്ലാഹു അൻഹുവിന്റെ കഥ നമുക്കറിയാം. 13 വയസ്സ് മാത്രമുള്ള ഹബീബ് റളിയല്ലാഹു അൻഹു മുസൈലിമത്തുൽ കദ്ദാബിന്റെ അടുത്തേക്ക് പോയ കഥ, ആരുടെയും ഹൃദയത്തെ തകർത്ത് കളയുന്ന വല്ലാത്ത ഒരു കഥ. മുസൈലിമത്തുൽ കദ്ദാബ് പ്രവാചകനെ കത്തയക്കുകയാണ്. എന്താണ് കത്ത്? യാ മുഹമ്മദ്, ഞാൻ മറ്റൊരു പ്രവാചകനാണ്, നീ മറ്റൊരു പ്രവാചകനാണ്. ഈ ഭൂമിയുടെ അവകാശം നമുക്ക് രണ്ടുപേർക്കും തുല്യമാണ്. മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമ എന്ത് ചെയ്തു? ഹബീബിനെ അടുത്തേക്ക് വിളിച്ചു, കത്തെഴുതിക്കൊണ്ട് ഹബീബിന്റെ കയ്യിൽ കൊടുത്തു, പറഞ്ഞു, ഹബീബേ, നീ ഇത് മുസൈലിമയ്ക്ക് കൊണ്ടുകൊടുക്കണം ഹബീബേ. ഹബീബ് റളിയല്ലാഹു അൻഹു മുസൈലിമത്തുൽ കദ്ദാബിന്റെ കൊട്ടാരത്തിലേക്ക് കടന്നു ചെന്നു, പറഞ്ഞു, അന മിൻ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം, ഞാൻ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ
സന്ദേശവുമായി കടന്നു വന്ന ആളാണ്. ഞാൻ മുഹമ്മദിന്റെ സന്ദേശവുമായി കടന്നു വന്നതാണ്. മുസൈലിമത്തുൽ കദ്ദാബ് ലഅനത്തുല്ലാഹി അലൈഹി ഹബീബിനോട് ചോദിച്ചു, എന്റെ പ്രവാചകത്വം നീ അംഗീകരിക്കില്ലേ? ഹബീബ് റളിയല്ലാഹു അൻഹു ധീരനായിരുന്നു, ആൺകുട്ടിയായി പിറന്ന ആളായിരുന്നു. ഹബീബ് പറഞ്ഞു, ഇല്ല, ഞാൻ അംഗീകരിക്കില്ല. മുസൈലിന്റെ പരിവാരങ്ങൾ രണ്ട് ഭാഗത്തുമുണ്ട്. മുസൈലിമത്തുൽ കദ്ദാബ് ഹബീബ് റളിയല്ലാഹു അൻഹുവിനെ കെട്ടിത്തൂക്കി ക്രൂരമായി മർദ്ദിച്ചു. ഹബീബ് റളിയല്ലാഹു അൻഹുവിന്റെ കൈ മുറിച്ചു, തോളുവരെ മുറിച്ചു കളഞ്ഞു. ആ സമയത്തും 13 വയസ്സ് മാത്രമുള്ള അനുജന്മാരെ കേൾക്കണേ, കൗമാരപ്രായത്തിന്റെ തുടിപ്പ് കഴിയാത്ത ഹബീബ് റളിയല്ലാഹു അൻഹുവിന്റെ നാവിൽ നിന്ന് വന്ന വചനം, അശ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്, മുഹമ്മദാണ് അല്ലാഹുവിന്റെ പ്രവാചകൻ. കൈ തോളുവരെ മുറിച്ചു കളഞ്ഞു, കാല് അരവരെ മുറിച്ചു കളഞ്ഞു. അവസാനം മിഞ്ചിഞ്ചായി ഹബീബ് റളിയല്ലാഹു അൻഹുവിനെ കൊന്നുകളയുകയുണ്ടായി. ആ സമയത്തൊന്നും ഹബീബിന്റെ നാവിൽ നിന്ന് റളിയല്ലാഹു അൻഹു വറദു അൻഹു, ഹബീബിന്റെ നാവിൽ നിന്ന് മുസൈലിമത്തുൽ കദ്ദാബിന്റെ സിദ്ധാന്തം അംഗീകരിക്കുന്ന ഒരൊറ്റ വാക്ക് പോലും വന്നിട്ടില്ലെങ്കിൽ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതെന്തിനു വേണ്ടിയായിരുന്നു? വാളിന്റെ മുന്നിൽ തോൽക്കാത്ത വഹ്ദാനിയത്തിന്റെ ശക്തിക്ക് വേണ്ടിയായിരുന്നു. ആ വഹ്ദാനിയത്തിന്റെ സുരക്ഷിതത്വത്തിന് വേണ്ടിയായിരുന്നു. ഹംസ റളിയല്ലാഹു അൻഹു ഉഹദ് യുദ്ധത്തിന്റെ രണാങ്കണത്തിൽ വഹ്ശി ഹംസ റളിയല്ലാഹു അൻഹുവിന്റെ നെഞ്ച് പുലർത്തിക്കൊണ്ട്, വയറ് പുലർത്തിക്കൊണ്ട് അതിന്റെ അകത്ത് നിന്ന് കരള് പുറത്തേക്കെടുത്ത് കടിച്ചു ചവച്ച് തുപ്പി മരിച്ച മയ്യത്ത്, ശുഹദാക്കളുടെ മയ്യത്ത് കാണുന്ന സമയത്ത് പ്രവാചകനതാ ഹംസ റളിയല്ലാഹു അൻഹുവിന്റെ മുന്നിൽ വന്ന് നിൽക്കുകയാണ്. പ്രവാചകന്റെ നയനങ്ങൾ നനഞ്ഞു, പ്രവാചകന്റെ ചുണ്ടുകൾ വിറച്ചു, പ്രവാചകന്റെ മുഖം വല്ലാതെ വിവർണമായി. തന്റെ പ്രിയപ്പെട്ട എളാപ്പയുടെ ശരീരം ഇത്രമാത്രം വികൃതമാക്കിയല്ലോ, മയ്യത്ത് പോലും കാണാൻ അവസരം തരാതെ അനുവദിക്കാതെ മുശ്രിക്കീങ്ങൾ ഇത്തരത്തിലാക്കിയല്ലോ.